ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ടൈലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒബ്ലിക് പ്രൊജക്ടൈലിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തന്നു. നിങ്ങൾക്കത് വായിച്ചു നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്തു തരാം. കാരണം നിങ്ങൾക്ക് ഒന്നും കൂടെ കൺസെപ്റ്റുകൾ ഉറക്കണം. അതിന് വേണ്ടി കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്തു തരാം. ഓക്കെ, ആദ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള ചെയ്യാം, പിന്നെ ടഫിലേക്ക് പോകാൻ ചെയ്യാം കേട്ടോ. നോക്കൂ. Projectile is thrown at an angle of projection tan inverse 4/3. Ratio of horizontal range to greatest height reached is. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇക്വേഷൻ? നമുക്കിവിടെ തന്ന കാര്യം നോക്കൂ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3 എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ടാൻ തീറ്റ ഈക്വൽ എന്ത് എഴുതാം? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4/3, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇക്വേഷൻ നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. വാട്ട് ഈസ് ടാൻ തീറ്റ? റിലേഷൻ ബിറ്റ്വീൻ തീറ്റ, എച്ച് ആൻഡ് ആർ. കമോൺ വരട്ടെ. യെസ്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4h/r, ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. 4h/r ഈക്വൽ ടു 4/3 അല്ലേ? 4 ക്യാൻസലായി. h/r ഈസ് ഈക്വൽ ടു 1/3. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഒറിസോണ്ടൽ റേഞ്ച് ടു ഗ്രേറ്റസ്റ്റ് ഹൈറ്റ്. അപ്പോൾ r/h റേഷ്യോ അല്ലേ വേണ്ടത്? r/h ഈസ് ഈക്വൽ ടു 3:1. റെസിപ്രോക്കൽ എടുത്തു. 3:1. യെസ്, അവർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി. അപ്പോൾ ഇക്വേഷൻ മറന്ന് വെറുതെ കേട്ടോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4h/r. നമ്മുടെ ആ ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. നോക്കൂ. ആരോ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഇഫ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് 5 സെക്കൻഡ്. ഇപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് തന്നിരിക്കുന്നു. നോട്ട് ചെയ്തോളൂ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് കമോൺ 5 സെക്കൻഡ്. റേഞ്ച് 200. റേഞ്ച് r ഈസ് ഈക്വൽ ടു 200 മീറ്റർ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഗ്രാവിറ്റിയുടെ വാല്യൂ 10 എന്ന് എടുത്തോളാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ കാണണം അല്ലേ? ഏറ്റവും എളുപ്പമുള്ള വഴി നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? t² g is equal to 8h. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലേ d² g is equal to 8h. ഇപ്പോൾ 5 സ്ക്വയർ 25 × 10. ടിയുടെ സ്ക്വയർ 25, g10 is equal to 8h ആണല്ലോ. അപ്പോൾ h is equal to 250/8. ഓക്കെ, കറക്റ്റ് അല്ലേ? 250/8 അതാണ് h. ഇനി നമ്മൾ പഠിച്ച അടുത്ത ഇക്വേഷനിലേക്ക് നിങ്ങൾ വരൂ. നിങ്ങൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ, നമുക്ക് ഏത് ഇക്വേഷനും അറിയാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4h/r എന്നുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടാൻ തീറ്റ ഇവിടെ എന്ത് വരുന്നു? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4 × h നമ്മൾ കണ്ടുപിടിച്ചു. h ഈസ് ഈക്വൽ ടു 250/8 ബൈ എന്ത് വരുന്നു? റേഞ്ചിൻ്റെ വാല്യൂ എത്രയാണ്? 200 അല്ലേ? 200. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 250 ബൈ, നമുക്കിതാ രണ്ടും കൂടെ ക്യാൻസൽ ആയില്ലേ? ഇവിടെ 2 അല്ലേ വരിക? അപ്പോൾ ബൈ 2 × 200. ഓക്കെ, ശരിയല്ലേ? എന്താ ഒരു 2ഉം ഒരു 4ഉം കൂടെ കട്ടായി പോയി. അപ്പോൾ ബാക്കി 2 അല്ലേ ഉണ്ടാവുക? അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു? 250 എത്ര കിട്ടുന്നു? 400. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/40. ഇപ്പം നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ എന്ത് എഴുതാം? ടാൻ തീറ്റ ഈക്വൽ ടു 25/40 എന്ന് പറയുമ്പോൾ നമുക്ക് 5/8 എന്ന് എഴുതി കൂടെ? അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5/8. ആൻസർ ഉണ്ടോ? ടാൻ ഇൻവേഴ്സ് 5/8. യെസ്. ഇപ്പോൾ രണ്ട് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. t² g is equal to 8h ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ h കണ്ടു. ടാൻ തീറ്റ is equal to 4h/r ഉപയോഗിച്ചുകൊണ്ട് തീറ്റയും കണ്ടു. ക്ലിയർ അല്ലേ? യെസ്. ഗലീലിയോ ലോ ഓർമ്മയുണ്ടല്ലോ. എന്താ പറഞ്ഞത്? വെൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 30 degree the range is 100 meter. If the velocity constant another angle for the same range. പറയൂ എന്താണ്? തീറ്റയ്ക്കും 90 - തീറ്റയ്ക്കും ഒരേ റേഞ്ച് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക്.
അതായത് റേഞ്ച് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇതാ 45 ഡിഗ്രി പറഞ്ഞാൽ റേഞ്ച് മാക്സിമം, ആർ ഈസ് മാക്സിമം വെൻ തീറ്റ ഈസ് 45 ഡിഗ്രി. ഇനി അതിനുശേഷം നിങ്ങൾ രണ്ട് ആംഗിൾ എടുത്തു. ഇതാ ഒരു ആംഗിൾ ഇങ്ങനെ വന്നു, വേറൊരു ആംഗിൾ ഇങ്ങനെ വന്നു. ഇത് രണ്ടിനും ഒരേ റേഞ്ച് വന്നു അല്ലേ? അതായത് തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കും ഒരേ റേഞ്ചാണ്. അപ്പോൾ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ അതേ റേഞ്ച് കിട്ടാൻ വേണ്ട അടുത്ത ആംഗിൾ എത്രയാണ്? 90 മൈനസ് 30 60 ഡിഗ്രി. അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ 60 ഡിഗ്രി കേട്ടോ. യെസ്, ഒരു ടഫ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ട്രിഗണോമെട്രി ആവശ്യമുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കിക്കോളൂ. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് അറ്റ് ഹയസ്റ്റ് പോയിന്റ് ഈസ് √2/5 ടൈംസ് ഇറ്റ്സ് വെലോസിറ്റി വെൻ അറ്റ് ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. ഇപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം ചെയ്യുന്നു, ഒരു പ്രൊജക്ടൈൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതാ പ്രൊജക്ടൈൽ. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് ആണ്. അതുപോലെ വേറൊരു കാര്യം അവർ പറഞ്ഞത് ഹാഫ് ദ മാക്സിമം ഹൈറ്റിനെ കുറിച്ച് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഹാഫ് ദ മാക്സിമം ഹൈറ്റും കൂടെ മാർക്ക് ചെയ്യാം. എച്ചിൻ്റെ പകുതി, അതായത് h/2 ഉള്ള ഒരു പോയിന്റ് കൂടെ നമുക്ക് വേണം. ഇപ്പം രണ്ട് പോയിന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇതാ ഈ പോയിന്റ് നമുക്ക് വേണം, ഈ പോയിന്റ് നമുക്ക് വേണം. ഈ പോയിന്റിലെ വെലോസിറ്റി നമുക്ക് എന്തായിട്ടും മാർക്ക് ചെയ്യാം? v1 ആയിട്ടും ഈ പോയിന്റിലെ വെലോസിറ്റി നമുക്ക് v2 എന്നും മാർക്ക് ചെയ്യാം. ഏതായിരിക്കും കൂടുതൽ, v1 ആണോ v2 ആണോ? നോ ഡൗട്ട് v2 കുറവായിരിക്കും. കാരണം മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞ് വരുമെന്നല്ലേ നിങ്ങൾ പഠിച്ചുള്ളത്. ഹയസ്റ്റ് പോയിന്റിൽ ഏത് വെലോസിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഹയസ്റ്റ് പോയിന്റിൽ ഏത് വെലോസിറ്റി 0 ആയിരിക്കും? വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് ആ റിലേഷൻഷിപ്പ് നോക്കാം. അവർ തന്നിരിക്കുന്നു. നമുക്ക് എന്താ തന്നിരിക്കുന്നത് നോക്കൂ. വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് v2, the v2 equal to √2/5 ടൈംസ് v1. അത് എവിടുന്നാണ് കിട്ടിയത്? പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് √2/5 ടൈംസ് ദ വെലോസിറ്റി അറ്റ് ഹാഫ് ദ മാക്സിമം ഹൈറ്റ് പൊസിഷൻ. അപ്പം നമുക്ക് v1 ഈക്വൽ എന്ത് എഴുതാം? v1 ഈക്വൽ ടു √5/2 ടൈംസ് അല്ലേ, √5/2 ടൈംസ് v2. ഇതും ക്ലിയർ ആണല്ലോ. v1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ വെലോസിറ്റി, v2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ വെലോസിറ്റി. ഒന്ന് സ്ക്വയർ ചെയ്താലോ? ഇപ്പോൾ v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5/2 ടൈംസ് v2 സ്ക്വയർ. അവർ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കണേ, ഇത് മറന്നു പോരുത് കേട്ടോ. ഇതിൽ ആദ്യത്തെ റിലേഷൻഷിപ്പാണ് v1 സ്ക്വയർ ഈസ് ഈക്വൽ 5/2 ടൈംസ് v2 സ്ക്വയർ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് ഈ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഇനീഷ്യലി എറിയുമ്പോഴുള്ള വെലോസിറ്റി, അത് നമുക്ക് u എന്ന് മാർക്ക് ചെയ്യാം. u ആ വെലോസിറ്റിയെ നമ്മളിതാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായി റിസോൾവ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇത് u കോസ് തീറ്റയാണ്, അതുപോലെ ഇത് u സൈൻ തീറ്റയാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, എനർജി കൺസർവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യുന്നു. അതായത് ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി മൈനസ് ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജിയിലെ ഡിഫറൻസ് അല്ലേ വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം നോക്കൂ, എങ്ങനെ എഴുതാം? ഹാഫ് mu സ്ക്വയർ ഇനീഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി മൈനസ് ഹാഫ് v1 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാൻ കഴിയും? ദാറ്റ് ഈസ് ഈക്വൽ ടു വെർട്ടിക്കലി എത്ര പോയി? ഹാഫ് mu സ്ക്വയർ മൈനസ് mg ഇൻറ്റു h/2 ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി അറ്റ് ദിസ് പോയിന്റ് മൈനസ് കൈനറ്റിക് എനർജി അറ്റ് ദിസ് പോയിന്റ് ഈസ് ഈക്വൽ ടു mg ഇൻറ്റു h/2. സോ u സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു gh ആണല്ലോ. അത് നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ഈ ഇക്വേഷനിൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ മൈനസ് gh. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി വരുന്നു? u സ്ക്വയർ മൈനസ് gh ഈസ് ഈക്വൽ ടു 5/2 ടൈംസ് v2 സ്ക്വയർ.
വി ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ യു കോസ് തീറ്റ തന്നെയല്ലേ വരിക. അപ്പം നമുക്ക് അതെങ്ങനെ മാറ്റി എഴുതാം? യു സ്ക്വയർ വി ടു സ്ക്വയർ വേണം അല്ലേ. ഇപ്പോൾ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ യു സ്ക്വയർ മൈനസ് ജി ഇൻറ്റു എച്ച് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഈക്വൽ ടു 5/2 ടൈംസ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇപ്പോൾ യു സ്ക്വയർ എല്ലായിടത്തും യു സ്ക്വയർ ഉണ്ട്. യു സ്ക്വയർ പോയി. അപ്പോൾ 1 മൈനസ് ജി ക്യാൻസലായി. 1 മൈനസ് യു സ്ക്വയർ പോയി. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഈക്വൽ ടു 5/2 കോസ് സ്ക്വയർ തീറ്റ. ശരിയാണല്ലോ, ഇത്രയും വരെ ക്ലിയർ ആണല്ലോ. യു സ്ക്വയർ എല്ലാം പോയി. അപ്പോൾ 2 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 5 കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇത്രയും നിങ്ങൾ എഴുതിയെടുക്കും കേട്ടോ, കാരണം ഇനി എനിക്ക് പറയാനുണ്ട്, കഴിഞ്ഞിട്ടില്ല. 2 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 5 കോസ് സ്ക്വയർ തീറ്റ. ഈ ഫിഗർ എല്ലാവരും വരച്ചെടുത്തിട്ടുണ്ടല്ലോ, ഞാനതൊന്ന് വായിച്ചു കളയാണ് കേട്ടോ. ഇനി ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റാണ് നടത്തുന്നത്. 2 ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 5 കോസ് സ്ക്വയർ തീറ്റ. ശരിയല്ലേ? 2 നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ റൈറ്റ് സൈഡിലോട്ട് എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഒരു ടൂൾ നോക്കിക്കോളൂ. സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഈ 5നെ നമുക്ക് 4+1 എഴുതിക്കൂടെ? അപ്പം ഞാൻ എങ്ങനെ എഴുതി അറിയോ? ഇതിനെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 4 കോസ് സ്ക്വയർ തീറ്റ എന്ന് മാറ്റി എഴുതി. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിനാ അറിയോ? ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആരാന്ന് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. എത്രയാ? 1 അല്ലേ? അപ്പം നമുക്കിങ്ങനെ വരുന്നു, 2 ഈക്വൽ ടു 1 പ്ലസ് 4 കോസ് സ്ക്വയർ തീറ്റ. ഇതിൽ നിന്നും 4 കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 4 കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ 1 അപ്പുറത്തോട്ട് പോയി 1. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു, നോക്കൂ, കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ എന്താ കിട്ടുന്നത്? 1/4. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 1/2. ആൻസർ ആയില്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ 60 ഡിഗ്രി. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, സംഭവം എളുപ്പമാണ്. അതായത് ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഗിവൺ തന്നിരിക്കുന്നു √2/5 ടൈംസ് വെലോസിറ്റി അറ്റ് ഹാഫ് ദ മാക്സിമം ഹൈറ്റ്. പിന്നെ നിങ്ങൾക്ക് ഹാഫ് ദ മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ അറിയണം, അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? പിന്നെ എന്തു അറിയണം? പിന്നെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഒന്ന് നോക്കട്ടോ. ഈ 5 കോസ് സ്ക്വയർ തീറ്റനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി സോൾവ് ചെയ്ത് കണ്ടോ നിങ്ങൾ? അതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. ഓക്കെ, അനദർ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം. എ പ്ലെയർ കിക്സ് എ ഫുട്ബോൾ അറ്റ് an angle 45 ഡിഗ്രി. ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി വിത്ത് എൻ ഇനീഷ്യൽ സ്പീഡ്. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ടല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, വിത്ത് എൻ ഇനീഷ്യൽ സ്പീഡ് യു, ഇനീഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട്, വാല്യൂ 20. എ സെക്കൻഡ് പ്ലെയർ 60 ഡിഗ്രി, സോറി ഇത് 60 മീറ്റർ എന്നാണ് കേട്ടോ, 60 മീറ്റർ അവേ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, 60 മീറ്റർ അവേ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ and in direction of kick starts running to receive the ball at the instant. The speed of the second player in order to catch the ball before it touches the ground. ഇപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം, നമുക്ക് നോക്കാം. ആദ്യം സെക്കൻഡ് പ്ലെയർ 60 മീറ്റർ അവേ ഫ്രം പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇപ്പോൾ 2 പേരുണ്ട്. ഒരാൾ ഇവിടുന്ന് ബോൾ കിക്ക് ചെയ്തു, വേറൊരാളത് പിടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. 2 പേരുണ്ട് കേട്ടോ. ഓക്കെ, ഇവർ തമ്മിലുള്ള ഇനീഷ്യൽ സെപ്പറേഷൻ എത്രയാണ്? 60 മീറ്ററാണ്. ഓക്കെ, 60 മീറ്റർ. ഇയാൾ ബോൾ കിക്ക് ചെയ്തു, അതൊരു പ്രൊജക്ടൈലിനെ പോലെ പോയി, ഇയാൾ അത് ഓടി വന്ന് പിടിച്ചു. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യം എത്രയാണ് റേഞ്ച് നോക്കാം. നമുക്ക് റേഞ്ച് എത്ര കിട്ടും നോക്കാം. റേഞ്ച് 6 കാണാനുള്ള ഇക്വേഷൻ പറയൂ. റേഞ്ച് R ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ/g എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ R ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ നമുക്കറിയാം, യു 20 ആണ്. അയാൾ കിക്ക് ചെയ്ത സ്പീഡ് 20.
അതായത് ഇയാൾ ഇവിടുന്ന് ബോളിനെ കിക്ക് ചെയ്ത സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 20 സ്ക്വയർ ഇൻറ്റു 45 ഡിഗ്രി ആണല്ലോ. അപ്പോൾ സൈൻ 2 × 45 സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ബൈ എങ്ങനെ സൈൻ 2 തീറ്റ 1 ആയത്? തീറ്റ 45 ഡിഗ്രി, 2 × 45 90 സൈൻ 90 1 ബൈ ജിയുടെ വാല്യൂ 10. So that is equal to 400 by 10, that is equal to 40 meter. അതായത് അയാൾ ആ ബോൾ കിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ റേഞ്ച് എത്രയേ ഉള്ളൂ? 40 മീറ്ററേ ഉള്ളൂ. യെസ്, അപ്പോൾ അതാ ഇവിടെ വന്ന് വീണു എന്ന് വിചാരിച്ചു. ഇത് 40 മീറ്ററേ ഉള്ളൂ. അപ്പോൾ റേഞ്ച് കണ്ടുപിടിച്ചപ്പോൾ 40 മീറ്ററേ ഉള്ളൂ. പക്ഷേ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 60 മീറ്റർ ആണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ ബോൾ പിടിക്കാൻ പറ്റണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് 20 മീറ്റർ ഓടി വരണ്ടേ? 20 മീറ്റർ. കാരണം ടോട്ടൽ 60 ആണ്, റേഞ്ച് 40 ഉള്ളൂ. അപ്പോൾ ഈ ബോൾ ഇവിടെ വന്ന് വീഴുമ്പോൾ ഇയാൾക്ക് പിടിക്കാൻ പറ്റണമെങ്കിൽ ഇയാൾ ഈ 20 മീറ്റർ ഓടി വന്ന് വേണ്ടേ പിടിക്കാൻ? ഗോട്ട് ദ പോയിന്റ്? ഓക്കെ, ഇനി സിമ്പിളാണ്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് ഓടുന്ന സ്പീഡ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര സ്പീഡിൽ ഓടിയാലാണ് അയാൾ ആ ബോൾ പിടിക്കുക എന്നല്ലേ ക്വസ്റ്റ്യൻ. നിലത്ത് വീഴുന്നതിന് മുന്നേ പിടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ ഓടിയ സ്പീഡ് v ആണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് 20 മീറ്റർ ഡിവൈഡർ ബൈ ടൈം എന്ന് എഴുതി കൂടെ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 മീറ്റർ ബൈ ടൈം. ഇയാൾ ഇവിടുന്ന് ഇവിടേക്ക് എത്താനുള്ള ടൈമാണ് t. പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇവിടുന്ന് ബോൾ കിക്ക് ചെയ്ത അതേ ഇൻസ്റ്റൻറ്റിൽ ഇയാൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾ ഇവിടെ നിന്ന് ഇവിടെ വന്ന് വീഴാനെടുക്കുന്ന ടൈമും ഇയാൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ഓടി വരാനെടുക്കുന്ന ടൈമും സെയിം ആണല്ലോ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈം ഓഫ് ഫ്ലൈറ്റും ഇയാൾ ഇവിടെ നിന്ന് ഓടി വരാനെടുക്കുന്ന ടൈമും ഈ പ്രോബ്ലത്തിൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് v is equal to 20 ഡിവൈഡർ ബൈ ടൈം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 2u sin θ ബൈ g. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. എന്തുകൊണ്ടാണ് ഈ ഇവിടുന്ന് ഇവിടേക്ക് വരാനുള്ള ടൈം 2u sin θ ബൈ g എന്ന് പറയുന്നത് ഈ ടി ആയി എടുത്തു? കാരണം ഇത് ഇവിടുന്ന് ഇവിടേക്ക് വരാനെടുക്കുന്ന ടൈമും ഇയാൾ ഇങ്ങോട്ട് ഓടി വരാനെടുക്കുന്ന ടൈമും സെയിം ആണ്. ഓക്കെ, അപ്പോൾ v ഈക്വൽ ടു 20 ബൈ 2 ഇൻറ്റു യുവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 20 തന്നെ. സൈൻ തീറ്റ സൈൻ 45 എന്ന് പറയുമ്പോൾ 1/√2 ബൈ 10. അപ്പോൾ 10 മുകളിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ എന്താ 20യും 20യും കൂടെ കട്ടായി. ഇപ്പോൾ v ഇസ് ഈക്വൽ ടു 10ഉം 2ഉം കൂടെ കട്ടായി 5. അപ്പോൾ 5√2 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ ആയില്ലേ? 5√2 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇത്ര സ്പീഡിൽ ഓടി വന്നാൽ മാത്രമേ 5√2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഓടി വന്നാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇയാൾ കിക്ക് ചെയ്ത ബോളിനെ ഇവിടെ വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര സ്പീഡിൽ വന്നാലാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ആൻസർ ഈസ് 5√2. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ സെഷൻ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം വെച്ച് അവസാനിപ്പിക്കാം. സിമ്പിളാണോ വെച്ചാൽ സിമ്പിളൊന്നുമല്ല, നോക്കാം നമുക്ക്. എ പ്രൊജക്ടൈൽ ഓഫ് മാസ് m fired with a velocity v by making an angle 45 degree with horizontal. The magnitude of change in momentum when it lands the ground level is. അപ്പോൾ പ്രൊജക്ട് ചെയ്തു, ഇത് ഇവിടെ വന്ന് വീണു. നിങ്ങൾ എറിയുന്ന സമയത്തുള്ള സ്പീഡാണ് u. അപ്പോൾ ഇങ്ങോട്ടുള്ള സ്പീഡ് u കമോൺ കോസ് തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ മുകളിലേക്കുള്ളത് u സൈൻ തീറ്റ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എയർ ഫ്രിക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യുന്നു, വലിയ ഹൈറ്റിലോട്ട് ബോഡി പോയില്ല നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ ലാൻഡ് ചെയ്യുന്ന സ്പീഡും എന്ത് തന്നെയായിരിക്കും? ദാറ്റ് മച്ച് സ്പീഡ് തന്നെയായിരിക്കും. ഈ യു സ്പീഡിൽ തന്നെ അയാൾ ലാൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ വെലോസിറ്റി ഏതാ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയായിരിക്കും, ഈ ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ ഇത് വീണ്ടും യു കോസ് തീറ്റ, അതുപോലെ ഇത് യു സൈൻ തീറ്റ അല്ലേ? നമുക്ക് ആദ്യം ചേഞ്ച് ഇൻ ഹൊറിസോണ്ടൽ മൊമെൻറ്റം കാണാം. ഡെൽറ്റ പി എക്സ് എന്ന് എഴുതാം. എക്സ് എന്ന് കാണിക്കുന്നത് ഹൊറിസോണ്ടലിന് കാണിക്കാനാണ് കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഡയറക്ഷൻ എക്സ് ആയും ഈ ഡയറക്ഷൻ നമുക്ക് വൈ ആയിട്ടും ചൂസ് ചെയ്യാം. എക്സ് വൈ പ്ലെയിനിലാണ് പ്രൊജക്ടൈലിൽ നമ്മൾ എറിഞ്ഞതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഹൊറിസോണ്ടൽ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി യു കോസ് തീറ്റ സ്പീഡ് ഉണ്ട്. അപ്പം മൊമെൻറ്റം എത്രയാണ്? എം യു കോസ് തീറ്റ. ഫൈനലി യു കോസ് തീറ്റ തന്നെയാണ് സ്പീഡ്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം എം യു കോസ് തീറ്റ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എം യു കോസ് തീറ്റ മൈനസ് എം യു കോസ് തീറ്റ. ആക്ച്വലി അത് ഡെൽറ്റ പി എക്സ് എന്ന് ഞാൻ എഴുതുമ്പോൾ അത് പി എക്സ് ഫൈനൽ മൈനസ് പി എക്സ് ഇനീഷ്യൽ ആണല്ലോ. ഫൈനൽ മൊമെൻറ്റം എത്രയാ?
എം ഇൻറ്റു യു കോസ് തീറ്റ. ഇതാ ഇനീഷ്യൽ മൊമെൻ്റ് എത്രയാ? എം ഇൻറ്റു യു ഇൻറ്റു കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എക്സ് ഈസ് ഈക്വൽ എന്തായിരിക്കും? 0. ചേഞ്ച് ഇൻ മൊമെൻ്റം എലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ 0. കാരണം എന്താ? ആ ഡയറക്ഷനിൽ വെലോസിറ്റി ചേഞ്ച് ആവില്ല. കാരണം എന്താ? ആക്സലറേഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനില്ല. കാരണം എന്താ? നോ ഫോഴ്സ് ഈസ് ആക്ടിങ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇഫ് ദർ ഈസ് എനി ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ എർത്ത്. അപ്പോൾ ചേഞ്ച് ഇൻ ഹൊറിസോണ്ടൽ മൊമെൻ്റം 0. നമുക്ക് വെർട്ടിക്കലിലോട്ട് പോവാം. ഡെൽറ്റ പി വൈ നോക്കൂ. അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി എടുത്താൽ ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് അല്ലേ? സംഭവം നോക്കൂ. വെലോസിറ്റിയുടെ കമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് യു സൈൻ തീറ്റ സ്റ്റിൽ യു സൈൻ തീറ്റ തന്നെയാണ്. പക്ഷെ ഡയറക്ഷൻ മാറി. ആരാ ഡയറക്ഷൻ മാറ്റിയത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ പി വൈ ഈസ് ഈക്വൽ ടു മൈനസ് എം യു സൈൻ തീറ്റ. എന്തുകൊണ്ടാണ് മൈനസ് എം യു സൈൻ തീറ്റ? കാരണം നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി. അപ്പോൾ ഫൈനൽ മൊമെൻ്റം എന്ന് പറയുമ്പോൾ താഴേക്ക് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡെൽറ്റ പി വൈ ഈസ് ഈക്വൽ ടു മൈനസ് 2mu സൈൻ തീറ്റ. ഈ മൈനസ് സൈൻ കാണിക്കുന്നത് ഇനീഷ്യലി അപ്വേർഡും ഫൈനലി ഡൗൺവേർഡും ആയതുകൊണ്ട്, ഡൗൺവേർഡ് ഡിറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വരുന്നത്. ദാറ്റ് ഈസ് മൈനസ് 2mu ഇൻറ്റു എത്രയാ ആംഗിൾ? 45 ഡിഗ്രി. സൈൻ 45 1/√2. 2√2 കട്ടായി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ആൻസർ √2mu വിത്ത് മൈനസ് സൈൻ. അവിടെ വെലോസിറ്റി വി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ മൈനസ് √2mv എന്ന് എടുത്തോളൂ. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഓപ്ഷൻ ഡി. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹൊറിസോണ്ടൽ മൊമെൻ്റം നോ ചേഞ്ച്, വെർട്ടിക്കൽ മൊമെൻ്റത്തിലുള്ള ചേഞ്ച് ആണ് √2mv. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻ്റം തന്നെയായിരിക്കും. പറയൂ. സെയിം തന്നെ. കാരണം ഹൊറിസോണ്ടൽ മൊമെൻ്റത്തിൽ ചേഞ്ച് ഇല്ലല്ലോ, വെർട്ടിക്കൽ മൊമെൻ്റം മാത്രമല്ലേ ചേഞ്ച് ആയിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയല്ലേ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻ്റവും. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ചേഞ്ച് ഇൻ വെർട്ടിക്കൽ മൊമെൻ്റം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുപോലെ ചേഞ്ച് ഇൻ മൊമെൻ്റം, കണ്ടോ ഇവിടെ പ്രോബ്ലത്തിൽ ചേഞ്ച് ഇൻ മൊമെൻ്റം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചേഞ്ച് ഇൻ മൊമെൻ്റം ആരോട് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ വെർട്ടിക്കൽ മൊമെൻ്റത്തോട് ഈക്വൽ ആണ്. കേട്ടോ, സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങണം. പ്രൊജക്ടൈലുമായി ബേസ് ചെയ്തിട്ടുള്ള മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങൾക്ക് സെപ്റ്റംബർ 1 ഓൺവേർഡ്സ് എന്ത് വരുന്നുണ്ട്? നമ്മുടെ കൊമ്പൻഡിയം ഡിസ്കഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ കൊമ്പൻഡിയം ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പോർഷൻ, അതായത് കൊമ്പൻഡിയം വെച്ച് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ആ ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ ചെയ്യും. ഇപ്പോൾ ചെയ്യുന്ന പോലുള്ള ഡൗട്ട് ക്ലിയറൻസ് അല്ല, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു തരും. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ അങ്ങ് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ നോ നീഡ് ടു വറി, വി ആർ വിത്ത് യു. നമ്മൾ സെപ്റ്റംബർ 1 ഓൺവേർഡ്സ് ലൈവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പം നിങ്ങൾ ആദ്യം ഒന്ന് ബേസിക് തിയറി പഠിച്ചൊന്ന് ബിൽഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ക്ലാരിറ്റി കിട്ടും. പിന്നെ KVPY എക്സാം വരുന്നുണ്ട്. KVPY എക്സാം നവംബർ ലാസ്റ്റ് വീക്കിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഒരു 1 മന്ത് ലേറ്റ് ആയിട്ടായിരിക്കാം വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിനുള്ള പഠിത്തം നിങ്ങൾ തുടങ്ങണം കേട്ടോ. കുറച്ചുകൂടെ ടഫായ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുക, KVPYക്ക് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ സിമ്പിളായിട്ടുള്ള കുറച്ച് പോർഷൻസ് ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കുറച്ച് ഭാഗം, കറണ്ടിൻ്റെ കുറച്ച് ഭാഗം, റേ ഓപ്റ്റിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഫിസിക്സിന് ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് KVPY ക്ലാസ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമുക്ക് ആ ക്ലാസ്സുകളിലൂടെ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ.